കേരളത്തിൽ മുസ്ലിം വർഗീയത അഴിഞ്ഞാട്ടം നടത്തുകയാണോ? ഇതുവരെ കേരളത്തിലെ മുസ്ലിം വർഗീയതയ്ക്ക് എല്ലാ പ്രോത്സാഹനവും നൽകിയിരുന്ന പിണറായി വിജയൻ, അല്ലെങ്കിൽ മുസ്ലിം യാഥാസ്ഥിതികവാദത്തിന്, മതമൗലികവാദത്തിന് എല്ലാവിധ പിന്തുണയും നൽകിയിരുന്ന പിണറായി വിജയൻ ഇപ്പോൾ മുസ്ലിം ശക്തികളുടെ എതിർപ്പാളയത്തിലാണ്. ഇപ്പോൾ പിണറായി വിജയനെ ഭംഗ്യന്തിരേണ ഒരു RSSകാരൻ എന്നാണ് ഈ മാധ്യമങ്ങളും മുസ്ലിം സംഘടനകളും വിശേഷിപ്പിക്കുന്നത്. വേണമെങ്കിൽ അതിലൊരു രാഷ്ട്രീയം നമുക്ക് കണ്ടെത്താം. പക്ഷേ ഹിന്ദു നാമധാരികളായ എല്ലാവരെയും RSS ആക്കുന്ന ഒരു സമീപനം മാധ്യമങ്ങൾ കൈക്കൊള്ളുന്നു, അല്ലെങ്കിൽ ചില മുസ്ലിം സംഘടനകൾ കൈക്കൊള്ളുന്നു. അതിന് കാര്യമായ പ്രചരണം നടക്കുന്നു. ഇത് വളരെ അപകടകരമായൊരു പ്രവണതയാണ്. ഇന്ന് പ്രതിപക്ഷം PV അൻവറിന് പിറകിലാണ്. അതായത് ഇതുവരെ നിരന്തരമായി പ്രതിപക്ഷത്തെ വിമർശിച്ചിരുന്ന ഭരണകക്ഷിയുടെ ഏറ്റവും അടുത്ത MLA ആയ പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത MLA ആയ PV അൻവറിന് പിറകെയാണ് ഇപ്പോൾ കേരളത്തിലെ UDF നിൽക്കുന്നത്. PV അൻവർ ഉന്നയിച്ചിരിക്കുന്ന ഒരു ആരോപണം മലപ്പുറം ജില്ലാ CPM സെക്രട്ടറിയായ മോഹൻദാസ്, EN മോഹൻദാസ് RSSകാരനാണ്. എന്നാൽ അത് തെളിയിക്കുന്ന യാതൊരു തെളിവുകളും അദ്ദേഹം ഹാജരാക്കുന്നില്ല. ADGP അജിത് കുമാർ RSSകാരനാണ്, അദ്ദേഹത്തെ മാറ്റണം. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരായ അഴിമതി ആരോപണങ്ങളോ മറ്റെന്തെങ്കിലും ക്രമക്കേടുകളോ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ മാറ്റാൻ ആവശ്യപ്പെടാം. പക്ഷേ അദ്ദേഹത്തെ RSSകാരനായി ചിത്രീകരിക്കുന്നു. പിണറായി വിജയനെ, കേരളത്തിൽ RSSനെ തകർക്കാൻ, RSSനെതിരെ ആക്രമണം അഴിച്ചുവിടാൻ ഏറ്റവും അധികം മുന്നിൽ നിന്ന നേതാവാണ് പിണറായി വിജയൻ. പിണറായി വിജയൻ തലശ്ശേരിയിലെ പ്രാദേശിക നേതാവായിരിക്കെയാണ് കേരളത്തിലെ ആദ്യത്തെ RSS പ്രവർത്തകനെതിരായ കൊലപാതകം നടക്കുന്നത്. അദ്ദേഹം ആ കേസിൽ പ്രതിയായിരുന്നു. പിന്നീട് അദ്ദേഹം ഒഴിവാക്കപ്പെട്ടു. നിരവധി ആക്രമണ സംഭവങ്ങൾ തലശ്ശേരിയിൽ പരിസര പ്രദേശങ്ങളിലും RSSും CPMും തമ്മിൽ നടന്നിരുന്നു. അല്ലെങ്കിൽ CPM പ്രവർത്തകർ RSSകാരെ ഇല്ലാതാക്കാനുള്ള നിരവധി ആക്രമണങ്ങൾ നടത്തിയിരുന്നു. അന്നൊക്കെ CPMൻ്റെ നേതൃനിരയിലിരുന്ന ആളാണ് പിണറായി വിജയൻ. പിണറായി വിജയനെക്കുറിച്ച് CPMകാർ പറയുന്നത് പിണറായി വിജയനെ RSS ലക്ഷ്യം വെച്ചിരുന്നു. പരസ്യമായ പിണറായി വിജയനെതിരെ ഒരു ആക്രമണം നടന്നിട്ടില്ലെങ്കിലും പിണറായി വിജയനെ ലക്ഷ്യം വെച്ചിരുന്നു എന്ന് CPM പലതവണ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പിണറായി വിജയനെ പോലും RSS ആക്കുന്നു, മോഹൻദാസിനെ RSS ആക്കുന്നു, ADGP അജിത് കുമാറിനെ RSS ആക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പിറകിലുള്ളത് അവരുടെ പേരിൻ്റെ വിശേഷമാണ്. പിണറായി വിജയൻ, EN മോഹൻദാസ്, MR അജിത് കുമാർ. നേരത്തെ CPM MLA ആയ, CPM സ്വതന്ത്ര MLA ആയ KT ജലീൽ, അദ്ദേഹം TP സെൻകുമാർ DGP ആയതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. TP സെൻകുമാറിന് എന്താണ് DGP ആവാതിരിക്കാനുള്ള അയോഗ്യത എന്താണ്? അത് ഇതുവരെ KT ജലീൽ വെളിപ്പെടുത്തിയില്ല. ഒരു തെറ്റായ തീരുമാനത്തിലൂടെ അദ്ദേഹത്തെ DGP ആക്കാൻ തടഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ DGP ആക്കാതിരുന്ന സമയത്ത് അദ്ദേഹം സുപ്രീം കോടതിയിൽ പോയി അദ്ദേഹത്തിന് അനുകൂലമായ വിധി സമ്പാദിച്ചു. അപ്പോൾ അങ്ങനെയുള്ളൊരു TP സെൻകുമാർ KT ജലീലിൻ്റെ ദൃഷ്ടിയിൽ അയോഗ്യനാണ്. അപ്പം ഇങ്ങനെ പോയാൽ CPMലെ ഹിന്ദു നാമധാരികളായ ആളുകളെ മുഴുവൻ RSS ആക്കും. പോലീസ് സേനയിലെ ഹിന്ദു നാമധാരികളായ ആളുകളെ മുഴുവൻ RSS ആക്കും. ഉദ്യോഗസ്ഥ വിഭാഗത്തിലെ ഹിന്ദു നാമധാരികളായ ആളുകളെ മുഴുവൻ RSS ആക്കും. ഇങ്ങനെ വളരെ ബോധപൂർവമായൊരു ഹിന്ദു ഫോബിയ വളർത്തിയെടുക്കാനാണ് മുസ്ലിം തീവ്രവാദ സംഘടനകൾ ശ്രമിക്കുന്നത്. അവർക്ക് കൂട്ടുപിടിക്കുകയാണ് UDFലെയും അതേപോലെ തന്നെ മുസ്ലിം ലീഗ്, കോൺഗ്രസ് പാർട്ടികളിലെയും നേതാക്കൾ എന്ന് പറഞ്ഞാൽ നമുക്കവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല.